അബ്രാഹ്മണർ പൂജാരിയാകുന്നതിനെ കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം. ഇവിടെ പൂജകൾ, ദേവതോപാസനയുടെ പൂജകൾ സാത്വികം, രാജസികം, താമസികം എന്നീ 3 സമ്പ്രദായ ഭേദങ്ങളിലുമുണ്ട്. സാത്വികം, രാജസികം, താമസികം. അപ്പോൾ ഈ ക്ഷേത്രം ഉദാഹരണം, ഇവിടെ ശുദ്ധ സാത്വിക വിധാനത്തിലാണ് എല്ലാ പൂജകളും ആരാധനകളും നടക്കുന്നത്. എന്നാൽ രാജസികമായ വിധാനത്തിൽ നടക്കുന്നിടത്ത് മദ്യം, മാംസം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചേക്കാം. താമസിക വിധാനത്തിൽ നടക്കുന്നിടത്ത് കള്ള്, ഉണക്ക മത്സ്യം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചേക്കാം. ഇതെല്ലാം ചേർന്നതാണ് സനാതനധർമ്മം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം പോലെ ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാനത് ചെയ്യില്ല എന്നുള്ളത് ആരും ചെയ്യണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. സാത്വികവും രാജസികവും താമസികവുമായ എല്ലാ ആരാധനാ വിധാനങ്ങളും ഉണ്ട്. അതുപോലെ പല കാവുകളിൽ പല സമ്പ്രദായങ്ങളുണ്ട്. മറ്റൊന്നാണ് കളരി. കളരി ദേവതകൾ, അനേക ദേവതകളുണ്ട് ഒരു കളരി. കളൂരിക തുടങ്ങി പ്രധാനപ്പെട്ട ദേവതകളുണ്ടെങ്കിലും അതല്ലാതെ തന്നെ 10-38 ദേവതകൾ ഓരോ കളരിയിലും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പൂജിക്കുന്നവര് അതത് കളരിക്ക് അനുസൃതമായ പാരമ്പര്യം പുലർത്തുന്നവരായിരിക്കണം. അവിടെ ബ്രാഹ്മണൻ ആവശ്യമില്ല. അതുപോലെ കാവുകളിൽ ബ്രാഹ്മണൻ ആവശ്യമില്ല. രാജസികം, താമസികം എന്ന വിധാനത്തിൽ നടക്കുന്നത് ബ്രാഹ്മണരല്ല പൂജിക്കേണ്ടത്. ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാവന നമ്മൾ പറയുന്നതായിട്ട് വ്യത്യാസം ഉണ്ടാവുകയെ അത് അവസാനം വരുന്നുണ്ട്. എന്നാൽ സാത്വിക വിധാനത്തിൽ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ തന്നെ പൂജിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബ്രാഹ്മണർ മാത്രമേ സാത്വിക വിധാനത്തിൽ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂജിക്കാൻ പാടുള്ളൂ. ആ ബ്രാഹ്മണര് ചെറുമരാവാം, പറയരാവാം, പുലയരാവാം, നായരാവാം, നമ്പൂതിരിയാവാം, നമ്പീശനാവാം, മാരാരാവാം, വാരരാവാം, ആരുമാവാം. ജാതി പറഞ്ഞിട്ടില്ല, സമുദായം പറഞ്ഞിട്ടില്ല. അത് ബ്രാഹ്മണനാണ്. നമ്പൂതിരി ആയതുകൊണ്ട് ബ്രാഹ്മണനായി എന്നൊരർത്ഥമില്ല, അല്ലാത്തത് കൊണ്ട് ബ്രാഹ്മണനല്ല എന്നും അർത്ഥമില്ല. അപ്പോൾ ശുദ്ധമായ ജീവിതക്രമം പാലിച്ച്, സാത്വിക ജീവിതക്രമം പാലിച്ച്, ഗുരുനാഥനിൽ നിന്ന് ഗായത്രി സ്വീകരിച്ച് അതിൻ്റെ ലിംഗമായ യജ്ഞോപവീതം ധരിച്ച് ദിവസവും ഗായത്രിയെ അനുസന്ധാനം ചെയ്ത് ഉപാസന ചെയ്ത് സാത്വിക ജീവിതക്രമം പാലിക്കുന്നത് ആരോ അയാളെയാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്, അല്ലാതെ അയാളുടെ ജാതി നോക്കിയിട്ടല്ല. അപ്പോൾ ഇത്തരം സാത്വിക ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ വേണം പൂജിക്കേണ്ടത്. രാജസികവും താമസികവുമായ അടുത്ത് ബ്രാഹ്മണന്റെ ആവശ്യമില്ല. അതും ഈ പറഞ്ഞ പോലെ നമ്പൂരിയായാലും കൊള്ളാം, നായരായാലും കൊള്ളാം, ഇഴവരായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. അവിടെ ഗായത്രി ഉപാസന, യജ്ഞോപവീത ധാരണ ഇതൊന്നും ആവശ്യമില്ല. അവിടെ അവരുടെ കുലദേവതയുടെ മന്ത്രങ്ങളും വിധാനങ്ങളും അതിനനുസരിച്ച് ശ്രദ്ധാപൂർവമായ കർമ്മവും മതി. ഇതാണ് നമ്മുടെ അഭിപ്രായം. ഇതിൽ അഭിപ്രായ വ്യത്യാസം ഒരുപാടുള്ള വിഷയമാണ്. ആർക്കിതിനോട് എന്താ അഭിപ്രായ വ്യത്യാസം വരും? നമുക്കൊരു വിരോധവും ഇല്ല. നമ്മുടെ അഭിപ്രായമാണ് പറയുക. ആശയത്താലാണല്ലോ എതിർക്കപ്പെടേണ്ടത്. അപ്പോൾ വ്യക്തിപരമായ ഒരു വിരോധമൊന്നും ഇതിൻ്റെ പേരിൽ തോന്നേണ്ട ആവശ്യം ആർക്കും ഇല്ല. പക്ഷെ പലർക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെ ശ്രീകാന്ത സ്വാമി പറയുമ്പോൾ. അതിന് നമ്മൾ ഉത്തരവാദിയല്ല. ശ്രദ്ധിക്കുക.